ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലവ് ആൻഡ് കെയർ ലൈഫ് കോച്ചിങ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മൾ പലയിടങ്ങളിലായിട്ട് കേട്ടിട്ടുള്ള സെൽഫ് ലവ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കാണ് സെൽഫ് ലവ്. എന്നാൽ പലരും ഇന്ന് അതിൻ്റെ അർത്ഥം തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലർ കരുതുന്നത് സെൽഫ് ലവ് എന്നാൽ സ്വാർത്ഥതയാണെന്നാണ്. മറ്റു ചിലർ കരുതുന്നത് സെൽഫ് ലവ് ഉള്ളവർ മറ്റുള്ളവരെ കെയർ ചെയ്യില്ല എന്നാണ്. ചിലർക്ക് തോന്നും സെൽഫ് ലവ് ഉണ്ടെങ്കിൽ ബന്ധങ്ങൾ തകരുമെന്ന്. ഇന്ന് ഈ വീഡിയോയിൽ സെൽഫ് ലവ് എന്നത് യഥാർത്ഥത്തിൽ എന്താണ്, എന്തല്ല, എങ്ങനെയാണ് അത് ജീവിതത്തിൽ പ്രായോഗികമായി നടക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സെൽഫ് ലവ് സെൽഫിഷ്നെസ് ആണോ? ആദ്യം ഒരു കാര്യം ക്ലിയർ ആക്കണം. സെൽഫ് ലവ് എന്നാൽ സ്വാർത്ഥതയല്ല. സ്വാർത്ഥത എന്നത് എനിക്ക് മാത്രം, എൻ്റെ സന്തോഷം മാത്രം, എൻ്റെ ഇഷ്ടം മാത്രം എന്ന ചിന്തയാണ്. സെൽഫ് ലവ് എന്നത് എന്നെയും ഉൾപ്പെടെ, മറ്റുള്ളവരുടെ സന്തോഷത്തിൻ്റെ കൂടെ എൻ്റെ സന്തോഷവും, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളുടെ കൂടെ എൻ്റെ ഇഷ്ടവും എന്ന ചിന്തയാണ്. നിങ്ങളെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരെ ഉപേക്ഷിക്കണമെന്ന് ഒരിടത്തും സെൽഫ് ലവിൽ പറയുന്നില്ല. പക്ഷേ എപ്പോഴും എല്ലാവർക്കും വേണ്ടി നിങ്ങളെ തീർത്തും ഉപേക്ഷിക്കരുത് എന്നാണ് സെൽഫ് ലവ് പറയുന്നത്. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടവും സന്തോഷവും ഒക്കെ വേണ്ടെന്ന് വെക്കുന്നത്. സെൽഫ് ലവ് ഉള്ള ഒരാളുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? അവർ എല്ലാവർക്കും മുന്നിൽ സ്വയം ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കില്ല. അതിനുവേണ്ടി അവർ ഓടുന്നില്ല. കാരണം ഞാൻ ആരാണെന്ന് എനിക്കറിയാം എന്ന ക്ലാരിറ്റി അവർക്കുണ്ട്. സെൽഫ് ലവ് ഇല്ലാത്തപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ തെറ്റിദ്ധാരണയും കറക്റ്റ് ചെയ്യാൻ നോക്കും. നമ്മൾ ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കും. എന്നാൽ സെൽഫ് ലവ് ഉള്ളപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാമോ? എല്ലാവർക്കും നമ്മളെ മനസ്സിലാക്കാൻ ശേഷിയുണ്ടാവണമെന്നില്ല എന്നതാണ്. സെൽഫ് ലവ് തുടങ്ങുന്നത് ഒരു ചെറിയ കാര്യത്തിൽ നിന്നാണ്. വേണ്ട എന്ന് പറയാൻ പഠിക്കുന്നത്. സെൽഫ് ലവ് ഉള്ള ഒരാൾ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അവർക്കറിയാം എവിടെയാണ് ലിമിറ്റ് വെക്കേണ്ടത്, എവിടെയാണ് പോസ് ചെയ്യേണ്ടത്, എവിടെയാണ് സൈലൻസ് കീപ്പ് ചെയ്യേണ്ടത് എന്ന്. ബൗണ്ടറീസ് വെക്കുന്നത് ഒരിക്കലും റൂഡല്ല. ബൗണ്ടറീസ് ഇല്ലാതെ ജീവിക്കുന്നതാണ് നമ്മളെ ഉള്ളിൽ നിന്ന് തളർത്തുന്നത്. സെൽഫ് ലവ് ഉള്ളവർ എപ്പോഴും കാമായിരിക്കും എന്നൊരു മിത്തുണ്ട്. അത് ശരിയല്ല. സെൽഫ് ലവ് ഉള്ളവർക്കും ദേഷ്യം വരും, സങ്കടം വരും, തളർച്ചയുണ്ടാക്കും. പക്ഷെ എന്താണ് സെൽഫ് ലവ് ഉള്ള ഒരാളും ഇല്ലാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം? സെൽഫ് ലവ് ഉള്ള ഒരാൾ അതിന് സ്വയം തന്നെ കുറ്റം പറയില്ല. എനിക്കിങ്ങനെ തോന്നരുതായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, ഞാൻ അങ്ങനെ പറയരുതായിരുന്നു എന്നവർ സ്വന്തം മനസ്സിനെ കുറ്റപ്പെടുത്താറില്ല. പകരം അവർ പറയും, ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ അവകാശമുണ്ടെന്ന്. ഞാനും ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ്, എനിക്കും എല്ലാം ഫീൽ ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന്. സെൽഫ് ലവ് ഉള്ള ഒരാൾ ബന്ധങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവരല്ല. പൊതുവെ അങ്ങനെയൊരു ടോക്കുണ്ട്. സെൽഫ് ലവ് ഉള്ള ഒരാൾ സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റുള്ളവരുടെ ഒരു കാര്യത്തിനും വില കൽപ്പിക്കില്ല എന്ന്. പക്ഷേ സെൽഫ് ലവ് ഉള്ള ഒരാൾ ബന്ധങ്ങളിൽ നിന്ന് ഓടിപ്പോകണമെന്നോ ബന്ധം തകർക്കണമെന്നോ ഒരിക്കലും ആഗ്രഹിക്കില്ല. പകരം തങ്ങളെ തകർക്കുന്ന ബന്ധങ്ങളിൽ കിടന്ന് നശിക്കുന്നവരായിരിക്കില്ല. അവർ മനസ്സിലാക്കുന്നൊരു സത്യമുണ്ട്. എന്താണെന്നറിയാമോ? സ്നേഹമുണ്ടെങ്കിൽ ശാന്തി ഉണ്ടാകണം. സ്നേഹമുണ്ടെങ്കിൽ ഭയം സ്ഥിരമായി ഉണ്ടാകരുത്. സെൽഫ് ലവ് ഉള്ളപ്പോൾ നമ്മൾ ബന്ധം വിടുന്നത് വേദന കൊണ്ടല്ല, സ്വയം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. സെൽഫ് ലവ് തുടങ്ങുന്നത് വലിയ അഫർമേഷൻസ് കൊണ്ടല്ല, ചെറിയ കാര്യങ്ങളിലൂടെയാണ്. ഇഷ്ടമില്ലാത്തിടത്ത് മൗനം പാലിക്കുക. നിങ്ങളുടെ എനർജി എല്ലാവർക്കും കൊടുക്കാതിരിക്കുക. സ്വയം വിശ്രമിക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ ഇമോഷൻസ് വാലിഡ് ആണെന്ന് സ്വയം അംഗീകരിക്കുക. ഇവയെല്ലാം സ്ലോ ആയാണ് വരുന്നത്. സെൽഫ് ലവ് ഒരു ഡിസിഷൻ അല്ല, അതൊരു പ്രാക്ടീസാണ്. സെൽഫ് ലവ് എന്നത് മറ്റുള്ളവരിൽ നിന്ന് വേർപ്പെടുക അല്ല. സെൽഫ് ലവ് എന്നത് നിങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് നിർത്തുക എന്നതാണ്. നിങ്ങൾ നിങ്ങളോട് കുറച്ചുകൂടി സത്യസന്ധരാകുമ്പോൾ ജീവിതം പതിയെ ലളിതമാകാൻ തുടങ്ങും. സെൽഫ് ലവ് എന്നാൽ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് കോച്ചിങ് നടത്തുന്നുണ്ട്. ഈ 2026 ജനുവരി 11, 12, 13 തീയതികളിലാണ് നടത്തുന്നത്. താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ബോക്സിലുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി.